ലാംഗ്വേജ് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെ ക്ലാസ്സസൊക്കെ എങ്ങനെയാണ്? ഇംഗ്ലീഷിലാണോ? അത് റഷ്യനിലാണോ? ഫാക്കൽറ്റീസൊക്കെ ഏത് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ലാംഗ്വേജിൻ്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിപ്പിക്കുന്ന മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. കംപ്ലീറ്റ്ലി ടോട്ട് ഇൻ ഇംഗ്ലീഷ്. എല്ലാ വർഷവും ഇംഗ്ലീഷിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പലർക്കുള്ള ഒരു മിസ്കൺസെപ്ഷനാണ്, അതായത് 3 വർഷം വരെ ഇംഗ്ലീഷിൽ, പിന്നെ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് റഷ്യൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റം ഇപ്പോൾ റഷ്യയിലില്ല. നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകിച്ചില്ല. 6 വർഷവും ഇംഗ്ലീഷ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് തേർഡ് ഇയർ തൊട്ട് ക്ലിനിക്കൽ സബ്ജക്ട്സ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേഷ്യൻസിനോട് സംസാരിക്കണം, പേഷ്യൻസിനോട് ഇൻറ്ററാക്ട് ചെയ്യണം, അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന് നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ എന്തായാലും റഷ്യൻ ലാംഗ്വേജ് പഠിക്കണം. അപ്പോൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഓരോ സബ്ജക്ട്സ് വൈസ് നമ്മൾ ഓരോ ബിൽഡിങ്ങിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ റഷ്യൻ ലാംഗ്വേജിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ എല്ലാ വർഷവും നമുക്ക് 5th ഇയർ വരെ റഷ്യൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. അതായത് അവിടുത്തെ വെൽ നോൺ ടീച്ചേഴ്സിനെ വെച്ചിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. നന്നായിട്ട് ഇംഗ്ലീഷും അറിയാവുന്ന, നന്നായിട്ട് റഷ്യനും അറിയാവുന്ന ടീച്ചേഴ്സിനെ വെച്ചിട്ട്, നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള, അതായത് ഫാക്കൽറ്റി ടീച്ചേഴ്സ് അല്ല, ലാംഗ്വേജിന് മാത്രമായിട്ടുള്ള ടീച്ചേഴ്സിനെ വെച്ചിട്ട് അവർ നമുക്ക് നന്നായിട്ട് ലാംഗ്വേജ് പഠിപ്പിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തേർഡ് ഇയറിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നന്നായിട്ട് പേഷ്യൻസിനായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും, പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോൺവെർസേഷൻ ചെയ്യാനും, നമുക്ക് അവരുടെ വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കാനും സാധിക്കും.